ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. കയ്യിലുണ്ട്, മഴയാണ്, മഴയ്ക്ക് അവധി തരണം എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അവധി കിട്ടുന്നത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. മഴയൊന്നും പെയ്തോട്ടെ, ഞാൻ അവധി തരാം. മലയാളം പറയാറുമില്ല കുറേയധികം കുട്ടികൾ. അപ്പോൾ ആ സമയത്ത് നല്ല ഫോർമാറ്റിൽ അവരെനിക്കൊരു നിവേദന ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്, എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ മഴയൊന്ന് പെയ്തോട്ടെ. ഇപ്പോൾ മഴ ഇവിടെ പെയ്യുന്നുണ്ട് ആക്ച്വലി, പക്ഷേ ഇങ്ങനൊരു മഴയല്ല, കനത്ത മഴ തുടർച്ചയായിട്ട് നമ്മൾ പെയ്യുമ്പോഴാണ് അവധി തരാം. നമ്മുടെ ജില്ലയിൽ നിങ്ങളുടെയൊക്കെ നിർഭാഗ്യം കൊണ്ട് ഇതുവരെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. റെഡ് അലേർട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവധി തരുന്നതാണ്. അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ സമയത്ത് തുടർച്ചയായിട്ട് ശക്തിയായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ അവധി തരും. അതിൽ തന്നെ എനിക്കൊരു കൺസേൺ ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലാണെങ്കിലും ഞാൻ സെക്ഷനിൽ സംസാരിച്ചപ്പോൾ അവധി കിട്ടിയ സമയത്ത് പുറത്ത് കുട്ടികൾ ഈ തോട് കാണാനും മീൻ പിടിക്കാനും ഒക്കെ ഇറങ്ങിയിട്ട് കഴിഞ്ഞ വർഷം 2 കുട്ടികൾ മരിച്ചൊരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതും കൂടി കേട്ടതുകൊണ്ട് എനിക്ക് പേടിയാണ്. ആക്ച്വലി നിങ്ങൾക്ക് അവധി എന്ന് നിങ്ങൾ വീട്ടിലിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഓർത്തിട്ടുള്ള ഒരു പരിഭ്രമം കൂടിയുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നെ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ അവധി തരാം. ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് ഈ മഴയുടെ നിവേദനത്തിലാണ് എന്നെനിക്ക് മനസ്സിലായി. നല്ല മഴയാണ്, ഞങ്ങൾക്ക് അവധി തരുമോ? ഇങ്ങനെ തുടങ്ങുന്ന നിവേദനവുമായി കുറച്ച് കുരുന്നുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ചുറ്റും കൂടി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല വായനാ സദസ്സിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് കുട്ടികൾ കളക്ടർക്ക് രസകരമായ നിവേദനം സമർപ്പിച്ചത്. തുടർന്ന് ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് കുട്ടികൾ നൽകിയ നിവേദനം കളക്ടർ ചെറുപുഞ്ചിരിയോടെ സദസ്സിൽ വായിച്ചു. കുട്ടികളുടെ ആവശ്യം കേട്ടതോടെ സദസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളിലേക്കും ആ ചിരി പടർന്നു. നല്ല കയ്യടിയും കിട്ടി. കാലാവസ്ഥാ സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് അവധി സംബന്ധിച്ച തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതെന്നും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവധി നൽകുന്നതിനെക്കുറിച്ച് പരിഗണിക്കുമെന്നും കളക്ടർ പറഞ്ഞു. മഴ ശക്തമായി തുടരുന്ന ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ വീട്ടിൽ സുരക്ഷിതരായി കഴിയണമെന്നും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും കളക്ടർ ഓർമ്മിപ്പിച്ചു. കളക്ടറുടെ മറുപടിയും കുട്ടികളോടുള്ള സൗഹൃദപരമായ സമീപനവും ചടങ്ങിൽ ശ്രദ്ധേയമായി. പ്രസംഗത്തിനിടെ കുട്ടികളുടെ സുരക്ഷയുടെ പ്രാധാന്യവും മഴക്കാലത്ത് എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കളക്ടർ പ്രത്യേകം എടുത്തു പറഞ്ഞു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.